ഹലോ, ഉമ്മീസ് കുക്കിംഗ് ഡീൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മുളക് വറുത്ത പുളിങ്കറിയാണ്. കുറച്ച് വാളൻപുളി ഒരു 10 മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചാണ്. നമുക്ക് അതിലേക്ക് വേണ്ട ചേരുവകൾ: വറ്റൽമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില. നമ്മൾ തയ്യാറാക്കാൻ പോകാം. നമ്മൾ പുളിയൊക്കെ പിഴിഞ്ഞു. ഇനി അതിൻ്റെ വെള്ളം ഒഴിച്ചെടുക്കാം. ഇതിൽ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. വെള്ളം മിക്സാക്കിയിട്ട് സ്റ്റൗവിൽ വെച്ചെടുക്കാം. അങ്ങനെ നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്തു. ഇനി ഒരു 8 മിനിറ്റൊക്കെ നല്ലോണം തിളക്കണം. ഇനി അടച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിൽ ഉള്ളിയും ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഉള്ളി കട്ട് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഇങ്ങനെ നൈസാക്കിയിട്ട് നീളത്തിലിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം, കനം കുറച്ചിട്ട്. ഇങ്ങനെ നമ്മൾ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നു. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് 1/4 ടീസ്പൂണ് സാമ്പാർ പൊടി. ഇനി ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിലേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്. എല്ലാതും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടും ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുകൊണ്ടും അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുകൊണ്ടും. ഈ കായപ്പൊടി ഇട്ട് തിളച്ചില്ലെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്കുള്ള താളിപ്പുകളൊക്കെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. കുറച്ച് കൂടുതൽ ഒരു 3 സ്പൂൺ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നല്ല ചുവന്ന് വരട്ടെ. ഉള്ളിയൊക്കെ നല്ല ചുവന്ന് വന്നു. ഉള്ളി നല്ല ചോക്കണേ. നമുക്ക് കുറച്ച് സാമ്പാർ പൊടി കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. നമുക്ക് കറിയിൽ വെച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് ചോറിലേക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മൾ മുളക് വറുത്ത പുളിങ്കറി റെഡി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ചോറിലേക്ക്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വിഭവമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.